കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ലല്ലോ. പക്ഷേ ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാക്കാൻ ഒരു ഘട്ടത്തിൽ കൽക്കത്ത തീസിസ് 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്തിരിയുകയും ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടികളല്ല, മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. പല പേരുകളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അല്ലാത്ത CPI, മാവോയിസ്റ്റ് പോലെയുള്ള പാർട്ടികളുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിലോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നതിലോ ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീടൊരു ഘട്ടത്തിലാണ് 70കളിലാണ് അവർ ആ തീരുമാനം മാറ്റുകയും ജനാധിപത്യ പ്രക്രിയയിലടക്കം പങ്കെടുക്കാവുന്ന നിലയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ജനാധിപത്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എല്ലാ വശങ്ങളെയും അതുകൊണ്ടാണല്ലോ ജനാധിപത്യം വഴി തീവ്ര വലതുപക്ഷത്തിനും അധികാരത്തിലെത്താൻ പറ്റുന്നത്.